പഴയങ്ങാടി പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി. എം വിജിൻ MLAയുടെ സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനം. സ്ഥലം സന്ദർശിച്ച ശേഷം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ അവലോകന യോഗവും ചേർന്നു. റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചിരുന്നു. അടിപ്പാത നിർമ്മാണത്തിന് മുന്നോടിയായി പദ്ധതി രേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ 8.30 ലക്ഷം രൂപ റെയിൽവേക്ക് സെൻട്രേജ് ചാർജായി അനുവദിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ എത്തിയത്. അണ്ടർപാസ് ഈ നാടിൻ്റെ ഏറെക്കാലത്തെ ആവശ്യമാണ്. നമുക്കറിയാം, പഴയങ്ങാടി നിലവിലുള്ള അണ്ടർപാസ് വലിയ രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2022 MLA എന്ന രീതിയിൽ ഒരു ആദ്യ ഇനീഷ്യേറ്റീവ് അതിനകത്ത് എടുത്ത് അന്ന് റെയിൽവേയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും AXE മറ്റ് എഞ്ചിനീയർ വിങ്ങിലെ വിദഗ്ധരും പഴയങ്ങാടിയിൽ ഈ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ഷൺമുഖം അദ്ദേഹം ഈ നിലവിലുള്ള അണ്ടർപാസിന് പാരലായി ഒരു പുതിയ അണ്ടർപാസ് നിർദ്ദേശം ചെയ്തു. അതുമാത്രമാണ് ഇവിടെ സാധ്യത ഉണ്ടാവുക എന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഒരു എസ്റ്റിമേറ്റ് താൽക്കാലികമായി അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അത് 4.15 ലക്ഷം രൂപയാണ് അതിൽ റെയിൽവേ പറഞ്ഞ എസ്റ്റിമേറ്റായി നമുക്ക് നൽകിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം അപ്രോച്ച് റോഡിൻ്റെ പണിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ 6 കോടി രൂപ പൂർണ്ണമായും റെയിൽവേ അണ്ടർപാസിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ MLAക്ക് അനുവദിക്കുന്ന വിഹിതത്തിൽ 6 കോടി രൂപ പഴയങ്ങാടി അണ്ടർപാസിന് വേണ്ടി അനുവദിച്ചത്. പിന്നീട് അതിലെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി 2022-23 ബജറ്റിലാണ് ഇത് പാസ്സായത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമം മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ നിയമപ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. DPR തയ്യാറാക്കുന്നതിന് സെൻറ്റേജ് ചാർജ് റെയിൽവേക്ക് അടക്കേണ്ടതായിട്ടുണ്ട്. 8 ലക്ഷം രൂപ അതിനുവേണ്ടി അടക്കണം. പക്ഷേ AS ആകാത്ത സെൻറ്റേജ് ചാർജ് അടക്കാൻ പറ്റില്ല എന്ന നിയമക്കുരുക്ക് PW ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരികയുണ്ടായി. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സെൻറ്റേജ് ചാർജ് റെയിൽവേക്ക് അടക്കാനുള്ള ഗവൺമെൻറ് ഓർഡർ തന്നെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് റെയിൽവേ അതോടൊപ്പം തന്നെ KRail PWD ഉദ്യോഗസ്ഥരുടെ ഒരു സംയുക്തമായ യോഗം വിളിക്കുകയും സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സദേൺ റെയിൽവേ വർക്ക്സ് എഞ്ചിനീയർ PK പ്രവീൺ, റെയിൽവേ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P രാംകിഷോർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ K ശ്രീരാഗ് എന്നിവരാണ് ഉദ്യോഗസ്ഥ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മിത്ര ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, 3rd floor, Regent Plaza, പഴയങ്ങാടി, behind Back Bazaar. Mobile 6282430630 and 99614003000.